ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്നു. ചന്ദ്രമതി നല്ല ഉറക്കം. ചുമ്മാ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ബാലേട്ടൻ തൊട്ടരികിൽ ഉറങ്ങാതെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓണാക്കി ബാലേട്ടാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഉറങ്ങണില്ലേ ബാലേട്ടാ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ എന്താ വഴി ഗോമതി എന്ന് ചോദിക്കുക. അതാലോചിച്ചുകൊണ്ടാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കാം. ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ അന്നേരം പറയാണ് ചന്ദ്രമതി ദേ ആ ബാധ്യത വീട്ടിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് ബാലേട്ടൻ ചോദിക്കാം. ഇന്ന് കടയിലിരിക്കുമ്പോഴും ഞാൻ കണക്ക് കൂട്ടിയിരുന്നത് അത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലേട്ടാ ഈ സ്വർണത്തിൽ ബാലേട്ടൻ തൊടുക പോയിട്ട് കാണുക പോലും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ബാലേട്ടൻ അതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ സങ്കടപ്പെടുന്നത്? അതൊരിക്കലും ബാലേട്ടൻ്റെ ഒരു ബാധ്യതയല്ല. സ്വർണത്തിന് അവൻ ഉത്തരം പറഞ്ഞോളും. അപ്പോൾ അവൻ വ്യക്തമായൊരു ഉത്തരം പറഞ്ഞോ? പറ. അവൻ പറഞ്ഞത് എന്താ? സ്വർണം ചിലവായിപ്പോയി, സ്വർണത്തിൻ്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട, ഇതല്ലേ അവൻ്റെ ഉത്തരം. അതിനപ്പുറം എന്താ അവന് പറയാനുള്ളത്? ദേ ഇത്രാം തീയതിക്കുള്ളിൽ സ്വർണം തിരിച്ചു കൊടുക്കാം എന്നവൻ പറഞ്ഞോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സ്വർണം ചിലവായി എന്നവൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഇതൊന്നും അവൻ പറഞ്ഞിട്ടില്ല. 100 പവൻ ആഭരണത്തിന് എത്ര രൂപയാകുമെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അല്ല, അതിനു മാത്രം അവനിത്ര ചിലവ് വരാനെന്താ? എന്താ ചിലവ് വന്നത് ഗോമതി? ദേ ആരിനെന്തോ ഒരു കാര്യം എല്ലാവരിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാലൻ പറഞ്ഞു. അവൻ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാ, അവൻ്റെ അമ്മയെ. നിന്നോട് അവൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ? നീ പറഞ്ഞാൽ എന്ത് കാര്യവും അവൻ അനുസരിക്കും. നിന്നോട് അവനൊന്നും മറച്ചു വെക്കാറുമില്ല. എന്താ, ശരിയല്ലേ? അതുകൊണ്ട് നീ അവനോട് ചോദിക്കണം സ്വർണ്ണം എന്ത് ചെയ്തു എന്ന്. നിന്നോടേ അവൻ പറയത്തുള്ളൂ, നീ അത് ചോദിക്കില്ലേ? ദേ എന്തോ ഒരു ദുരൂഹത അവരുടെ ഈ വരവിലും ഈ വിവാഹത്തിലും ഒക്കെയുണ്ട്. അതിനുത്തരം കിട്ടണമെങ്കിൽ അവനോട് നീ തന്നെ എല്ലാം തുറന്ന് ചോദിക്കണമെന്നുള്ള കാര്യം പറയുമ്പോൾ ഒന്നും പറഞ്ഞ് തലയാട്ടുക ഗോമതി. അപ്പോൾ നീ അവനോട് പതുക്കെ ചോദിച്ചാൽ മതി, അവൻ പറയും. നിന്നോടവൻ എല്ലാം തുറന്നു പറയും. ഞാൻ എവിടെയെങ്കിലും മറഞ്ഞു നിന്നത് കേട്ടോളാവെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോമതി ആകപ്പെട്ടു. എന്ത് ചെയ്യും? ഇതിപ്പോൾ കേൾപ്പിക്കുകയോ വേണമല്ലോ. അപ്പോൾ ഗോമതി ഇങ്ങനെ എന്തോ ആലോചിച്ചപ്പം നീ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല ബാലേട്ടാ, ഞാൻ അവനോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ബാലനും തൊട്ടരികളിരിക്കുന്നു. അങ്ങനെ ആ സംസാരവും കാര്യങ്ങളും കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ആകാശ് ഇങ്ങനെ റൂമിലേക്ക് കയറി വരുന്നു. നമ്മുടെ മീനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് മീനും എന്തൊക്കെയോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് കയറി ചെല്ലുന്നു ആകാശ്. അല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഗുരുവായൂർ ഭജനം ഇരിക്കൽ, ആര്യൻ്റെ കല്യാണം, അങ്ങനെയൊക്കെ അങ്ങ് പോയി. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായതുപോലെ അല്ലേ? അതെ എന്ന് മീനും പറഞ്ഞു. അതെ, അല്ല നമുക്കും ഒരു ജീവിതം ഉണ്ടെന്നും നമ്മളും കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല എന്നും ഒക്കെ മറന്നുപോയതുപോലെ. എനിക്കത് നല്ല ഓർമ്മയുണ്ടെന്ന് നമ്മുടെ മീനും അന്നേരം പറയുക. അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമോ എന്ന് ആകാശ് ചോദിക്കുക. അതെ, നമുക്കിപ്പോഴേ റൊമാൻസിൻ്റെ ഒക്കെ കാലമാണ്. നീ ഈ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നു. ഇതൊന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പിടിച്ചു വരച്ച് മേടിച്ച് വയ്ക്കാം, എന്നിട്ട് ഇങ്ങോട്ടെന്ന് പറഞ്ഞു മീനുവിനെ ഇങ്ങനെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഇത് കഷ്ടമായല്ലോ ആകാശ, ഇത് അർജുൻ്റെ ഫയലാണ്, നാളെ ഡയറക്ടറുടെ മുന്നിൽ വെക്കേണ്ടതാണെന്ന് പറയുമ്പം അതെ, ആ ഡയറക്ടറോട് പറഞ്ഞാൽ മതി ഹസ്ബൻഡ് എഴുതാൻ സമ്മതിച്ചില്ല എന്ന്. ഒന്ന് വാടോ മീനാക്ഷിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നു. അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ ഇനി എപ്പോഴാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശ് ഇങ്ങനെ റൊമാൻറ്റിക് ആയിക്കൊണ്ടേ ഇരിക്കാം. ജീവിതമാകുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും പറഞ്ഞു മീനു ഇങ്ങനെ പറഞ്ഞു. അല്ല മീനു, ഞാൻ ആലോചിക്കായിരുന്നേ അവരുടെ റൊമാൻസ് എങ്ങനെയായിരിക്കും? അയ്യേ, എന്തിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അന്നേരം മീനെ ചോദിച്ചു. അയ്യോ അല്ല, അവരും ഞെടിവെട്ട് പ്രേമമായിരുന്നല്ലേ പറഞ്ഞേ, പക്ഷേ അധികം ഇടപഴകി കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ റൊമാൻസ് എങ്ങനെയായിരിക്കും എന്ന്. അവർ രണ്ടിടത്തല്ലേ കിടക്കുന്നേ എന്നിങ്ങനെ നേരത്തെ നമ്മുടെ മീനു പറഞ്ഞു. എന്തോന്നാ? അതല്ല അല്ലെന്നേ, അവർ അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും അങ്ങനെ അടുത്തടുത്ത് 2 വീടാണല്ലോ, അത് പറഞ്ഞതാ രണ്ടിടത്തായിരുന്നു എന്ന്. അപ്പം അതായിരുന്നോ? അല്ല, അവർ ഹണിമൂണിനൊക്കെ പോകുമായിരിക്കോ? എൻ്റെ പൊന്ന് ചേട്ടാ, ദേ ഹണിമൂണെന്ന് മാത്രം പറയല്ലേ. അയ്യോ, ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് കാണിച്ച അഭ്യാസങ്ങളൊന്നും ആരിനോടും മിത്രനോടും കാണിക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ. അവർ ഹണിമൂണിന് പോകാൻ പ്ലാൻ ചെയ്താലേ അവർ മാത്രം പോകും, അല്ലാതെ ഒരു വേണ്ടി ആൾക്കാരുമായിട്ട് കൊടൈക്കനാൽ കാണാനൊന്നും ആരും പോവില്ല, അത് ഉറപ്പാണെന്ന് പറഞ്ഞ് നമ്മുടെ മീന് കളിയാക്കുക. കൊടൈക്കനാലിൽ പോയിട്ട് അവരൊരു സിനിമയ്ക്ക് പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ആകാശ് പറഞ്ഞു. എൻ്റെ സംശയങ്ങളായിട്ട് തന്നെ അങ്ങനെ അങ്ങ് നിൽക്കുക. ഇപ്പോഴും ആരും പറയുന്നതൊന്നും ഇവിടെ നടക്കുന്നുണ്ടെന്നും ഞാൻ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല.
നീ അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. രണ്ടുപേരുടെ മുഖത്തും ഒരു വിഷമം കാണാമെന്ന് പറഞ്ഞു. മിത്രയുടെ മുഖത്ത് ഒരു ദുഃഖഭാവം അല്ലേ, ആര്യൻ്റെ മുഖത്തോ ദേഷ്യവും. അങ്ങനെയും ചില സമയത്ത് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മീനുവിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കട്ടോ. മീനു അല്ല ഇനി അവരെ ആരെങ്കിലും കുടുക്കിയതാണോ എന്ന് ചോദിച്ചപ്പം ചോദിച്ചിങ്ങനെ മീനു അല്ല ചില കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്ങനെ, ഇവരെ കൊണ്ടങ്ങ് പ്രേമിപ്പിക്കും, കല്യാണവും കഴിപ്പിക്കും, പിന്നീടായിരിക്കും ഇരുവരും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ശരിയല്ലേ? ഇനി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാപ്പ് ആയിരിക്കുമെന്നോ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആകാശേ അവരായി അവരുടെ പാടായി, നമ്മളെന്തിനാ വെറുതെ അവരുടെ കാര്യമൊക്കെ പറഞ്ഞ് സമയം കളയുന്നേ, നമുക്ക് നമ്മുടെ കാര്യമെന്ന് മീനും. ആകാശ് പറഞ്ഞത് സത്യമാണ്. ദേ കുറേ ദിവസമേ വേറെ ഏതോ ലോകത്ത് കഴിഞ്ഞതുപോലെ തോന്നുകയാണെന്നൊക്കെ പറയുന്നു നമ്മുടെ മീനും. പിന്നെ മീനും ഈ വിഷയം മാറ്റാൻ വേണ്ടി റൊമാൻസിലേക്ക് മനഃപൂർവ്വം വരും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് ആ വിഷയത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുത്തി തെളിച്ചു പോകുന്നു. പെട്ടെന്നാണ് നമ്മുടെ മീനുവിന് അവരെ പറ്റി ഓർമ്മ വന്നത്. ആകാശേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവുക? അതോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മീനു പുറത്തേക്ക് പോവുക. അപ്പോൾ വേഗം വരണേ. വരാമെന്നും പറഞ്ഞു. അങ്ങനെ മീനു ഇരുട്ടത്ത് അങ്ങോട്ടേക്ക് ചെന്നു വാതിൽ തുറന്നു. ലൈറ്റ് ഇട്ടപ്പോൾ കാണുന്നത് സോഫയിൽ ആരോ കിടക്കുന്നു. തല മൂടി പൊതച്ചാണ് കിടക്കുന്നത്. പെട്ടെന്ന് തട്ടി വിളിച്ചു. പുതപ്പ് തലയിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ അത് മിത്രയെ കണ്ടപ്പോഴത്തേക്കും മിത്രയോ, ഇതെന്താ മിത്ര ഇത് ഇവിടെ ഒന്ന് കിടക്കണേ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ കിടന്നോളാം ചേച്ചി. ഇവിടെ കിടക്കാമെന്നോ? നിനക്ക് എന്താ പറ്റിയേ? ചേച്ചി അവിടെ മുറിയിൽ ശരിയാവില്ല ചേച്ചി, രണ്ടുപേർക്കും സമാധാനം കിട്ടില്ല എന്ന് മിത്ര പറഞ്ഞു. അപ്പം നീ ഇവിടെ കിടക്കുന്നത് അറിഞ്ഞാൽ ഈ വീട്ടിൽ ആർക്കും സമാധാനം കിട്ടില്ല, വന്നേ വാ എണീക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. നീ എന്താ മിത്രയെ കാണിക്കുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും രണ്ടിടത്താണെന്നുള്ള സംസാരം വന്നാൽ ഇത് ശരിയാവത്തില്ല. വരാനാ പറഞ്ഞു. വാ എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയും കൂട്ടിക്കൊണ്ട് ആര്യൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് വാതിൽ തുറന്നു. എടാ വാതിൽ തുറന്ന് കയറിയിട്ട് എടാ എഴുന്നേക്കടാ, ഞാനാ നിൻ്റെ ഏട്ടത്തിയാന്ന് പറഞ്ഞപ്പോഴത്തേനും ആര്യൻ തല വഴിയുള്ള പങ്ങ് മാറ്റി. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ആര്യനും എഴുന്നേറ്റു. അന്നേരം ഞാൻ എന്താ ആര്യ ഇതൊക്കെ, നിനക്ക് എന്താ? അപ്പോൾ ഒന്നുമില്ല ഏട്ടത്തി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ടേ? ദേ നോക്കാര്യ, നിങ്ങൾ ഭാര്യയും ഭർത്താവോ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ തന്നെ ഏട്ടത്തി എനിക്കറിയാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. ഈ കട്ടിലിൽ കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ അതെ കട്ടിലിൽ തന്നെ ഉറങ്ങണം. മിത്രയും കട്ടിലിൽ ഉറങ്ങണമെന്ന് നമ്മുടെ മീനു. അതൊന്നും ശരിയാവത്തില്ലെന്ന് ആരും പറയുമ്പം ദേ നിങ്ങൾ എൻ്റെ അനിയനും അനുജത്തിയാ, ചില കാര്യങ്ങൾ അങ്ങനെയൊന്നും അങ്ങ് പറയാൻ പറ്റില്ല, അതൊക്കെ മനസ്സിലാക്കി പെരുമാറണമെന്ന് മീനു അന്നേരം പറഞ്ഞു. രണ്ടുപേരും ഒരു കട്ടിലിൽ തന്നെ കിടന്നുറങ്ങണം, ഞാൻ അതേ പറയുന്നുള്ളൂ, മനസ്സിലായല്ലോ, ഇനി എന്നെ കൊണ്ട് പറയിക്കരുതെന്ന് പറഞ്ഞ് മീനു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. മീനു വാതിലും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യയും മിത്രയും ആകെ ധർമ്മസങ്കടത്തിലായി. ഇതെന്തൊരു ശല്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് പുതപ്പെടുത്ത് നമ്മുടെ ആര്യൻ നിലത്ത് വിരിച്ചു. മിത്ര ഗ്യാപ്പിൽ കട്ടിലേലും കയറി കിടന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കിടക്കുവാണ്. ആര്യനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ഈ സമയത്ത് നമ്മുടെ മീന റൂമിലേക്ക് കയറി വന്നു. ഫയലൊക്കെ അവിടെ എടുത്ത് വെച്ചു. ആ സമയത്ത് നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു. എന്താ എന്നിട്ട് പാത്രം എടുത്തുകൊണ്ടൊന്നും വന്നില്ലല്ലോ? ഈ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഉറക്കം കളഞ്ഞിട്ടാണോ പാത്രം എടുത്തുകൊണ്ട് വരണ്ടേ എന്ന് മീനു ആകാശത്തോട് ചോദിക്കാം. എന്നിട്ട് കൈയൊക്കെ മണത്ത് നോക്കുവാണേ, ആഹാരം കഴിച്ചതിന് മണമൊന്നും ഇല്ലല്ലോ. ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ എൻ്റെ ആകാശം. ഒരു കാര്യം ചെയ്യാം, ഇനി ഞാനൊരു ക്യാമറ കൂടി കൊണ്ട് നടക്കാം, ഓരോ മിനിറ്റിലും ഞാൻ എവിടെയായിരുന്നു എന്ന് ആകാശത്തിന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഒന്ന് കയറി കിടക്കാൻ നോക്കാം, എനിക്കല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് മീനു ലൈറ്റ് ഓഫ് ചെയ്തും കിടന്നു. ഈ സമയത്ത് അവിടെ റൂമിൽ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആര്യനോട് ചോദിക്കാം, ഇനി കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുത്തതാണെങ്കിലോ എന്നൊക്കെ ചോദിച്ചു. 100 പവൻ കൂട്ടുകാർക്ക് കൊടുത്തുന്നോ? അതല്ല ബാലേട്ടാ, അവൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മോഷണം പോയതായിരിക്കും എന്ന് മീനാക്ഷി പറഞ്ഞില്ലേ, എന്ന് വെച്ച് അവൻ പോലീസിൽ പരാതി കൊടുത്തോ? ഇല്ലല്ലോ എന്ന് ബാലൻ. 100 പവൻ വേണ്ട, 1/4 പവനാണ് കളവ് പോകുന്നതെങ്കിൽ നമ്മൾ പോലീസിൽ അറിയിക്കില്ലേ എന്ന് ചോദിച്ചു. ഗോമതി അതാ ഞാൻ പറഞ്ഞത്, എന്തോ ഒരു ദുരൂഹത ഇതിനിടയിൽ കളിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവൻ്റെ കല്യാണക്കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പം ബാലേട്ടാ ഒക്കെ ഞാൻ ചോദിച്ചോളാം, എല്ലാം ഞാൻ ചോദിച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞോളാം. ബാലേട്ടൻ ഒന്ന് കിടക്ക്. ഇന്നലെയും ബാലേട്ടൻ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാലും ഗോമതി എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ? അപ്പോൾ എന്താ ബാലേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അതെ നമുക്ക് ഈ ദേവമംഗലം അങ്ങ് വിറ്റാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗോമതി ചാടി എഴുന്നേറ്റു. ബാലേട്ടാ
എന്താ ബാലേട്ടാ ഈ പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും ഗോമതി, നമുക്കൊരു ബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കലാണ് ഏറ്റവും വലിയ പ്രധാനം. നമുക്ക് ഈ വീട് കൊടുക്കാം, അത്യാവശ്യം നല്ല വില കിട്ടുകയും ചെയ്യും. സ്വർണത്തിൻ്റെ വില അതിൽ നിന്ന് നമുക്ക് കൊടുക്കാമല്ലോ, ബാക്കി കുറച്ച് എന്തെങ്കിലും കാണും, അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ബാലൻ പറയാം. തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് നമുക്ക് മാറാമെന്നൊക്കെ പറഞ്ഞു. ബാലേട്ടൻ എന്തൊക്കെ ഈ ചിന്തിച്ച് കൂട്ടണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു ഗോമതി. ദേ, നമ്മളെ കള്ളായെന്ന് വിളിച്ചു. നമ്മൾ ഒരാളുടെ മുന്നിൽ താണു പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക. ഗോമതിക്ക് ആകെ ധർമ്മസങ്കടമായി. അങ്ങനത്തെ നമ്മുടെ ഗോമതിയോട് ബാലൻ വീട് വിൽക്കുന്നതിനെ പറ്റി പറയുവാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബാലേട്ടൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ പ്രയോജനം? നഷ്ടപ്പെട്ടു പോയത് പോയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയാം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുക ഗോമതി. അവനെ കൊണ്ട് നിർബന്ധിച്ചും ഇത്ര ആരെങ്കിലും വിവാഹം കഴിപ്പിച്ചതാണോ? ദേ, എല്ലാം ബാലേട്ടൻ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോൾ ഗോമതി, ആരിനും മിത്രയെ വിളിച്ച് ഈ വീട്ടിലേക്ക് വന്ന് കയറി, അത് ഞാൻ സങ്കല്പിച്ചതാണോ എന്ന് ചോദിച്ചു. അല്ലല്ലോ, അത് നടന്നില്ലേ? അത് നടക്കാമെങ്കിൽ പിന്നെ എന്താ നടക്കാൻ സാധിക്കാത്തത്? സ്വർണ്ണാഭരണം തിരികെ കൊടുക്കാൻ അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാകും ബാലേട്ടാ എന്ന് നേരം ഗോമതി പറഞ്ഞു. എന്തായാലും അത് എനിക്ക് വിട്ടതാ, ഞാനും അവനും കൂടെ അത് സംസാരിച്ചോളാം. ബാലേട്ടൻ ചെന്ന് കിടക്കാൻ നോക്കിക്കേ, ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കിടത്താനായിട്ട് നോക്കുക. അപ്പം ബാലേട്ടൻ ചെല്ലെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഗോമതി ഇങ്ങനെ കിടത്താം. ആ സമയത്ത് നമ്മുടെ ഗോമതി ബാലൻ്റെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് നെഞ്ചിലേക്ക് തലവെച്ച് ഭയങ്കര കരച്ചിൽ. അപ്പം നീ എന്നോട് ക്ഷമിക്കും ഗോമതി, എൻ്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ ഗോമതിയോട് പറഞ്ഞു. പോട്ടെ ഗോമതി, പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാം കേട്ടോ. എന്തായാലും അവരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു രാവിലെയായി. നമ്മുടെ ആകാശിനെയാണ് കാണിക്കുന്നത്. ആകാശ് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വന്നു. മീനു അങ്ങ് വന്നപ്പോൾ ആകാശേ ഒരു സഹായം ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സഹായമോ? എൻ്റെ മീനുക്കുട്ടിക്ക് ഞാനൊരു 1000 സഹായം ചെയ്യില്ലേ? 1000 സഹായം ചെയ്യില്ല. എന്താ? അങ്ങനെയാണെങ്കിലേ ആകാശിൻ്റെ ബൈക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞു. ബൈക്കോ? ബൈക്ക് എന്തിനാ? എനിക്കല്ലെന്നേ, ആരിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാ? അതൊക്കെ ഉണ്ട്. എന്താന്ന് ചോദിക്കും. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ പറഞ്ഞു. ആര്യനും ഇത്രയും ഇന്ന് കോളേജിൽ പോകുന്നു. കോളേജിലേക്കോ? അപ്പോൾ 2 പേരും കൂടി ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? 2 പേരെയും ബൈക്കിന് കോളേജിലേക്ക് വിടണം. അപ്പോൾ ഇവർ 2 പേരും കോളേജിലേക്ക് എന്ന് എന്താകും അവസ്ഥ? എല്ലാവരും അവരെ കളിയാക്കില്ലേ എന്ന് ആകാശ് ചോദിച്ചു. പഠിത്തം എന്നൊക്കെ പറയുമ്പം നാട്ടുകാർക്കൊരു സുഖക്കുറവ് തോന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നാട്ടുകാരോട് ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ മീനു ആകാശിനോട് പറയാം. പറ്റുമോ നാട്ടുകാർക്ക്? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ അല്ലാതെ. ആകാശ് കൂടുതലായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. ആരിനും ഇത്രയ്ക്കും കോളേജിൽ പോകാൻ ആകാശിൻ്റെ ബൈക്ക് കൊടുക്കണം, ഒരു ദിവസത്തേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മീനു നിർബന്ധിക്കാം. ആകാശ് എന്നിട്ട് മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു. കൊടുക്കാം. എന്തായാലും താൻ ഈ പറയുന്ന പോലത്തെ ഒരു അടുപ്പം ഇതൊന്നും അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമാണെന്ന് മിത്രയെ നേരം വിളിച്ചുകൊണ്ട് പറഞ്ഞു നടക്കണോ? സിനിമയിലൊക്കെ ആയിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് സ്ലോ മോഷനിലൊക്കെ നടക്കായിരുന്നു, പാട്ട് പാടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. ദേ, ആകാശ് ചെന്ന് കീ എടുത്തോണ്ട് വന്നേ, ചെല്ലെന്ന് പറഞ്ഞ ആകാശിനെ മീനു പറഞ്ഞു വിടുക. എൻ്റെ ദൈവമേ, ഞാനും അമ്മയും കുറേ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മീനും ആകാശ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം. മിത്ര കോളേജിൽ പോകാൻ റെഡിയായി. ആര്യനും വന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടി വന്നപ്പോൾ അതെ, അമ്മ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഒന്നനുസരിച്ചതിൻ്റെ പേരില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് ആര്യൻ മിത്രയെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഏത് സമയത്താണാവോ എനിക്കിതിനൊക്കെ സമ്മതിക്കാൻ തോന്നിയത്. അപ്പം നിൻ്റെ നല്ല സമയത്ത് എൻ്റെ മോശ സമയത്തുമാണെന്ന് ആര്യൻ. അത് കേട്ടപ്പം എൻ്റെ നല്ല സമയമോ? എങ്ങനെ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് എൻ്റെ നല്ല സമയമാവുന്നതെന്ന് ചോദിച്ചേ മിത്ര. എങ്ങനെയാണ് നല്ല സമയമെന്നോ? ദേ, പഴയ കാമുകൻ തേച്ചിട്ട് പോയപ്പം പുതിയ ആളിനെ കിട്ടിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അത് കേട്ട് മിത്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.